ഈ കൊടി ഇസ്ലാമിൻ്റെതല്ല. നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ട ഈ പാട്ടിലൂടെയാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ബദറിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനെ കുറിച്ചാണ് ഈ പാട്ട്. സന്മാർഗപാതയിലെ പൂർണ്ണചന്ദ്രനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ നയിച്ചു പുറപ്പെടുമ്പോൾ മേന്മയേറിയ 3 കൊടി കെട്ടി. ഏതൊക്കെ നിറാണെന്ന് അറിയണ്ടേ? ഒരെണ്ണം വെളുത്തതും മറ്റു 2 കറുത്തതും. ദാനധർമ്മത്തിന് പേര് കേട്ട നബിയുടെ തൃക്കയ്യാൽ ഒന്നാമത്തെ വെളുത്ത കൊടി മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ് ഏൽപ്പിക്കുന്നത്. കറുത്ത കൊടികൾ ഒരെണ്ണം പുലി അലിയാർ തങ്ങളെയും ഏൽപ്പിച്ചു, മറ്റൊരെണ്ണം സഅദ് ഇബ്നു മുആദിനെയും ഏൽപ്പിച്ചു. ഈ കൊടികൾ കെട്ടുന്നത് ബാക്കിലുള്ളവർക്ക് ഒരു അടയാളമാവുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ വെളുത്ത കൊടി ഫ്രണ്ടിലും കറുത്ത കൊടികൾ ഒരെണ്ണം ഇടത്തും മറ്റൊരെണ്ണം വലത്തുമായിട്ട് 305 സ്വഹാബാക്കളെയും കൂട്ടി ഏറ്റവും ശ്രേഷ്ഠമായ മാസമായ റമദാൻ 12 തിങ്കളാഴ്ച ബദർ താഴ്വരയിലേക്ക് നബി പുറപ്പെട്ടു. ഇസ്ലാമിൽ ഒരു പച്ചക്കൊടി ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് നബിയുടെ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ അന്നത് കണ്ടിട്ടില്ല. പിന്നീട് എപ്പോഴാണ് ഈ ഒരു കൊടിയും അടയാളവും ഇസ്ലാമിൻ്റെ ഭാഗമാവുന്നത്? ഖുർആനിൽ സ്വർഗത്തിൻ്റെ ആഡംബരത്തിനെ പറ്റി പറയുമ്പോൾ പച്ച നിറം പറയുന്നുണ്ട്. എന്നാൽ ചരിത്രം പറയുന്നത് 10-ാം നൂറ്റാണ്ടിൽ ഫാത്തിമിയ കാലഘട്ടത്തിലാണ് ഈ ഒരു പച്ചക്കൊടി പ്രചാരത്തിൽ വരുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇതിനെല്ലാം ഒരുപാട് മുന്നേ തന്നെ പുരാതന ബൈസ്റ്റാൻഡൈൻ സാമ്രാജ്യത്തിൻ്റെ നഗരമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിൽ ഈ അടയാളം ഉപയോഗിച്ചിരുന്നു. പിന്നീട് 1453 ഓട്ടോമാൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ, ഇന്നത്തെ ഇസ്താംബൂളാണത്, കീഴടക്കിയപ്പോൾ ആ നഗരത്തിൻ്റെ അടയാളമായിരുന്ന അർദ്ധചന്ദ്രനും നക്ഷത്രവും അവരുടെ കൊടികളിൽ ഉപയോഗിക്കുകയായിരുന്നു. നൂറ്റാണ്ടുകളോളം മുസ്ലിം ലോകത്തിൻ്റെ വലിയൊരു ഭാഗം ഓട്ടോമാൻ സാമ്രാജ്യത്തിന് കീഴിലായതിനാൽ പിന്നീട് മുസ്ലിം ഭരണകൂടങ്ങളെല്ലാം ഈ ഒരു അടയാളത്തിൽ ലോകമെങ്ങും അറിയപ്പെട്ടു. മദീനയിലെ റൗദ ഷെരീഫിൽ പച്ചനിറം അടിക്കുന്നതും 1837 ഓട്ടോമാൻ സാമ്രാജ്യത്തിന് കീഴിലാണ്. അപ്പോൾ ഈ ഇൻഫ്ലുവൻസ് ഒക്കെ കൊണ്ടാണ് പല ഇസ്ലാമിക രാജ്യങ്ങളും സംഘടനകളും ഈ അർദ്ധചന്ദ്ര താരാങ്കിത ഹരിത പതാകയെ അവരുടെ ഭാഗമാക്കുന്നത്.